ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കാക്കാൻ്റെ ബർത്ത്ഡേ ആണ്. ഒക്ടോബർ 4 ബർത്ത്ഡേ. അപ്പോൾ ഓൻ പറഞ്ഞു കേക്ക് കട്ടിങ്ങും അതൊന്നും വേണ്ടാന്ന്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ കോഴിക്കോട് പോവാണ്. എൻ്റെ പകരം ഓൻക്കിന്ന് 13 വയസ്സായി. പിന്നെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കോഴിക്കോട് ഇവിടെ രണ്ടിടത്ത് വേണം, ഹൈലൈറ്റ് മാളിലും ബീച്ചിലുമാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് ടോളിലെത്തി. അവിടെ എത്തുമ്പോൾ ഹൈലൈറ്റ് മാളിലെത്തിയൊരു ഫീലിംഗ് വരും. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെത്തി, അവിടുന്ന് ഐസ്ക്രീം വാങ്ങി. എൻ്റെ കാക്കാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആൾക്ക് അവിടുന്ന് ഐസ്ക്രീം കളിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് സാധനം വാങ്ങി. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോയി. ഞാൻ യൂണിക്കോണിൻ്റെ മേലെ കയറി, എൻ്റെ അനിയത്തിയൊരു ബൈക്കിൻ്റെ മേലെയും കയറി. പിന്നെ ഞാൻ യൂണിക്കോണിൻ്റെ മേലെ ഇരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പിന്നെ ഞങ്ങൾ ആ പാർക്കിൽ അവിടെയും ഇവിടെയും കളിച്ചിരുന്നു. പിന്നെ ഞാൻ കാർ ഓട്ടി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വസ്ത്രമൊക്കെ നിസ്കരിച്ചതിന് ശേഷം ബീച്ചിൽ പോയി. ബീച്ചിലെത്തിയപ്പോൾ നല്ല ലേറ്റായി, റോഡ് നല്ല ബ്ലോക്ക് കഴിഞ്ഞ്. ബീച്ചിലാണെങ്കിൽ വല്ലാത്ത തിരക്കും. രാത്രിയായിട്ടും ആൾക്കാർക്കൊന്നും ഒരു കുറവുമില്ല. അവിടെയാണെങ്കിൽ തീരാത്ത കടകൾ. ഞങ്ങളാണ് ഉപ്പിലിട്ട് എന്തൊക്കെ വാങ്ങിയിരുന്നു. എവിടുന്നാണ് വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനായി. പല ഐസ്ക്രീമും പലതും ഉണ്ടായി. പിന്നെ ഞാനും എൻ്റെ അനിയത്തി മണ്ണ് നിറച്ചിട്ട് കളിച്ചു. കേക്ക് ഉണ്ടാക്കുന്ന പോലെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ കളിച്ചു മണ്ണുണ്ട്. രാത്രി ആയിട്ട് പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആ മഴയിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. ഞാനും എൻ്റെ അനിയത്തി അവിടെ മഴയിൽ കളിച്ചു. ഒക്കെ ഇങ്ങനെ വെള്ളം നിറയ്ക്കാൻ ഞാൻ ബീച്ചിൽ പോയി അവിടെ പോയി വെള്ളം എടുത്തോണ്ട്. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ചളിയിട്ട് ഞങ്ങൾ 2 പത്രം വിരിച്ചെന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും. ഇവളാണെങ്കിലോ വെള്ളം എടുക്കാതിട്ട് ഇങ്ങനെ ബീച്ചിലേക്ക് പറഞ്ഞേക്കാണ്. പിന്നെ ഞങ്ങളിതാ പോപ്കോൺ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഏതോ ഒരു കടയിൽ പോയി വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പിലിട്ടേക്കാം. പിന്നെ ഞങ്ങൾ പട്ടം പറത്തുന്നതും അങ്ങനെ കുറേ നേരം നോക്കി കൂടി നോക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഓരോ കടയിലുള്ള തിരക്കാണ്. പിന്നെ ഞങ്ങൾ കാടമുട ഓർഡർ ചെയ്ത് മസാലൊക്കെ രണ്ടാമത്തേതൊരു ബോക്സ് കിട്ടി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാൻ എന്താകും. അതിൻ്റെ ഉള്ളിലുള്ളത് വാച്ചാണ്. അപ്പോൾ ആ വാച്ച് എടുത്തു വെക്കാൻ. പിന്നെ ഓനോൻ്റെ ബോക്സ് ഓപ്പൺ ആക്കി. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു അറിയാം.